എസ് വേൾഡിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് PSC പരീക്ഷയുടെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർക്കായി ആ ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വെങ്കലയുഗ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം എന്നീ സിവിലൈസേഷനുകളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ശിലായുഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. നമുക്കിനി നേരെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. കഴിഞ്ഞ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിരുന്നു. അത് തിരുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. തെറ്റ് ഇതായിരുന്നു. ഞാനവിടെ പറഞ്ഞു ഇരുമ്പുയുഗ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം എന്നിവകൾ. ഇവ ഇരുമ്പുയുഗ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല, വെങ്കലയുഗ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇരുമ്പുയുഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി വരുന്നവയാണ് ഗ്രീക്ക് സംസ്കാരം, റോമൻ സംസ്കാരം, അതേപോലെ നമ്മുടെ ഇന്ത്യയിലെ പിൽക്കാല വേദ സംസ്കാരമൊക്കെയാണ് ഇരുമ്പുയുഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളതിൽ കൊമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചത് കാസർഗോഡുള്ള നമ്മുടെ ഒരു സുഹൃത്താണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. വെങ്കലയുഗ സംസ്കാരങ്ങൾ. വെങ്കലയുഗ സംസ്കാരം ചെമ്പിനെ ഈയവുമായി ചേർത്ത് വെങ്കലം അഥവാ ഓട് നിർമ്മിക്കുവാൻ മനുഷ്യൻ പഠിച്ച കാലഘട്ടമാണ് വെങ്കലയുഗം എന്നറിയപ്പെടുന്നത്. ചെമ്പിനെ ഈയവുമായി ചേർത്ത് വെങ്കലം അഥവാ ഓട് നിർമ്മിക്കുവാൻ മനുഷ്യൻ പഠിച്ച കാലഘട്ടമാണ് വെങ്കലയുഗം എന്നറിയപ്പെടുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ കൂടുതലായി ഉപയോഗിച്ചത് ചെമ്പായിരുന്നു. പിന്നീടാണ് കുറച്ച് അവർ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് വെങ്കലം ഉപയോഗിക്കാൻ തുടങ്ങിയത്. എന്നാൽ വ്യാപകമായിട്ട് വെങ്കലം ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈജിപ്ഷ്യൻ സംസ്കാരവും മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ മൂന്ന് സംസ്കാരങ്ങളെ നമ്മൾ പൊതുവെ വെങ്കലയുഗ സംസ്കാരം എന്ന് പറയുന്നത്. സിന്ധു നദീതട സംസ്കാരത്തെ പൊതുവെ ചെമ്പുയുഗ, വെങ്കലയുഗ സംസ്കാരം എന്നും പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ നാഗരിക സംസ്കാരങ്ങൾ ഉടലെടുത്തത് വെങ്കലയുഗത്തിലായിരുന്നു. വെങ്കലം ആദ്യമായി ഉണ്ടാക്കിയത് സുമേറിയക്കാരാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ സുമേറിയക്കാരാണ് വെങ്കലം ആദ്യമായി ഉണ്ടാക്കിയത്. വെങ്കലയുഗ സംസ്കാരങ്ങൾ വ്യാപകമായത് നൈൽ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, സിന്ധു, ഒയാങ്ഹോ നദീതടങ്ങളിലാണ്. നദീതടങ്ങളെ കേന്ദ്രീകരിച്ചാണ് നാഗരികതകൾ ഉയർന്നു വന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 സംസ്കാരങ്ങളാണ് ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. 8ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായത്തിലും ഈ 3 സംസ്കാരങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം. ഈ ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകം തുടങ്ങുന്നത് തന്നെ 1922 നവംബറിൽ ഹൊവാർഡ് കാട്ടൻ ഈജിപ്തിലെ രാജാവായിരുന്ന തൂത്തൻഖാമൻ്റെ പിരമിഡ് സന്ദർശിക്കുകയും ആ സന്ദർശന വേളയിലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ഡയറി കുറിപ്പുകൾ പരാമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ തൂത്തൻഖാമൻ പുരാതന ഈജിപ്തിലെ, അതായത് BC 14ാം നൂറ്റാണ്ടിൽ ജീവിച്ച രാജാവായിരുന്നു തൂത്തൻഖാമൻ. അദ്ദേഹത്തിൻ്റെ പിരമിഡിലെ കാഴ്ചകളാണ് 1922 നവംബറിൽ ഹൊവാർഡ് കാട്ടർ എന്ന പുരാവസ്തു ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഏഷ്യ വൻകരക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വെങ്കലയുഗ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഏഷ്യ വൻകരക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏക വെങ്കലയുഗ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഏറ്റവും പുരാതനമായ സംസ്കാരവുമാണ് ഈ ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്തിൻ്റെ പഴയ പേര് കെമറ്റ്. ഈജിപ്തിൻ്റെ പഴയ പേര് കെമറ്റ് എന്നാണ്. കെമറ്റ് എന്നതിൻ്റെ അർത്ഥം കറുത്ത ഭൂമി എന്നാണ്. ഈജിപ്തിൻ്റെ പഴയ പേര് കെമറ്റ്, കെമറ്റിൻ്റെ അർത്ഥം കറുത്ത ഭൂമി. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ മഹത്തരമായ വീട് എന്നാണ് ഫറവോ എന്ന വാക്കിൻ്റെ അർത്ഥം. മഹത്തരമായ വീട് എന്നാണ് ഫറവോ എന്ന വാക്കിൻ്റെ അർത്ഥം.
ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് കെയ്റോ നഗരത്തിന് സമീപമുള്ള ഗിസയിലാണ്. ഈ ഗിസ പിരമിഡ് നിർമ്മിച്ചത് ഫറോവയായ ഖുഫു രാജാവാണ്. ലോകത്തിൽ ഏറ്റവും വലിയ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് കെയ്റോ നഗരത്തിന് സമീപമുള്ള ഗിസയിലാണ്. ഈ ഗിസ പിരമിഡ് നിർമ്മിച്ചത് ഫറോവയായ ഖുഫു രാജാവാണ്. ഖുഫു ഫറോവയാണ്. മൃതശരീരം കേടുകൂടാതെ മമ്മികളാക്കി സൂക്ഷിക്കുന്ന രീതിയും ഈജിപ്തിലുണ്ടായിരുന്നു. മൃതശരീരം കേടുകൂടാതെ മമ്മികളാക്കി സൂക്ഷിക്കുന്ന രീതിയും ഈജിപ്തിലുണ്ടായിരുന്നു. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്നറിയപ്പെടുന്നത്. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഈ പിരമിഡുകൾ തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യാധ്വാനവും സമ്പത്തും വൻതോതിൽ ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ പിരമിഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പിരമിഡ് നിർമ്മിച്ച ഏക വനിത എന്നറിയപ്പെടുന്നത് ഹാഷപ്പ് സൂത്ത്. ഈ ഹാഷപ്പ് സൂത്ത് ലോകത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. പിരമിഡ് നിർമ്മിച്ച ഏക വനിത എന്നറിയപ്പെടുന്നത് ഹാഷപ്പ് സൂത്ത്. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നതും ഈ ഹാഷപ്പ് സൂത്തിനെയാണ്. ഏറ്റവും പഴക്കമേറിയ പിരമിഡ്, ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പഴക്കമേറിയ പിരമിഡ് ജോസർ രാജാവിൻ്റെ ഓർമ്മക്കായി പണി കഴിപ്പിച്ച മെഫിംസിലെ പിരമിഡാണ്. ഏറ്റവും പഴക്കമേറിയ പിരമിഡ് ജോസർ രാജാവിൻ്റെ ഓർമ്മക്കായി പണി കഴിപ്പിച്ച മെഫിംസിലെ പിരമിഡ്. അതുപോലെ മമ്മികളിൽ ഏറ്റവും പ്രസിദ്ധമായത് തൂത്തൻഖാമൻ, റാംസസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന തൂത്തൻഖാമൻ്റെ മമ്മിയാണ് മമ്മികളിൽ ഏറ്റവും പ്രസിദ്ധമായത്. അടുത്ത പോയിന്റ്, ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്ത്മോസ് മൂന്നാമൻ. ഇവരുടെ പേരുകളൊക്കെ പല റാങ്ക് ഫയലുകളിലായിട്ട് പല ഉച്ചാരണത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല പ്രൊണൗൺസിയേഷനാണ് ഇവരുടെ പേരുകൾ. ഇവിടെ തൂത്ത്മോസ് മൂന്നാമൻ എന്നുള്ളത് പഠിച്ചു നോക്കുക. ഈജിപ്തിലെ നെപ്പോളിയൻ തൂത്ത്മോസ് മൂന്നാമൻ. പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യ സ്ഥാപകനാണ് മെനസ്. BC 3000-ഓടെ നൈൽ നദീതടത്തിലാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരം BC 3000-ഓടെ നൈൽ നദീതടത്തിലാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ്. അങ്ങനെ കെയ്റോ ആയിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ കേന്ദ്ര നഗരം. ഈ കെയ്റോ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കലും ഉറങ്ങാത്ത നഗരം എന്നാണ്. അതുകൊണ്ട് ആധുനിക ഈജിപ്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ കെയ്റോയാണ്. കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അടിത്തറ. കൃഷിയായിരുന്നു. അതുപോലെ നെയ്ത്ത്, സ്ഫടികപാത്ര നിർമ്മാണം എന്നിവയിലും അവർ ഏർപ്പെട്ടിരുന്നു. ഈജിപ്തുകാർ നെയ്ത്തിലും സ്ഫടികപാത്ര നിർമ്മാണത്തിലും അവർ ഏർപ്പെട്ടിരുന്നു. പ്രാചീന ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രാചീന ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ്. ഈ ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് ആ കാലത്തെ ആളുകൾ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇത് എഴുതുന്ന രീതി വലത്തു നിന്ന് ഇടത്തോട്ടാണ് എഴുതിയിരുന്നത്. അറബി എഴുതുന്ന പോലെ പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചത്. വലത്തു നിന്ന് ഇടത്തോട്ടാണ് ഈ ലിപി എഴുതുന്നത്. ഈ ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായ ഷംപോലിയോ ആണ്. ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായ ഷംപോലിയോ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1732. ഈ ഷംപോലിയോ നെപ്പോളിയൻ്റെ ഈജിപ്ത് ആക്രമണ കാലത്ത് ഇദ്ദേഹവും നെപ്പോളിയനൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ നെപ്പോളിയൻ ഈജിപ്തിനെ ആക്രമിക്കുന്ന സമയത്ത് ഷംപോലിയോ നെപ്പോളിയൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഹൈറോഗ്ലിഫിക്സ് ലിപി വായിച്ചെടുക്കുന്നത്.
അങ്ങനെ നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു ശിലയിലാണ് ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതിയിട്ടുണ്ടായിരുന്നത്. നൈൽ നദീമുഖത്ത് കണ്ടെത്തിയ വലിയൊരു ശില, റോസറ്റെ എന്നറിയപ്പെടുന്ന വലിയൊരു ശിലയിലാണ് ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈജിപ്തുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പുനർജന്മത്തിൽ വിശ്വാസമുള്ള ആളുകളായിരുന്നു. ഓക്കെ, ഇവരുടെ വിശ്വാസ രീതികളാണ്. പുനർജന്മത്തിൽ വിശ്വാസമുള്ള ആളുകളായിരുന്നു ആര്? നമ്മുടെ ഈജിപ്തുകാർ. ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന മൃഗമാണ് പൂച്ച. ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന മൃഗമാണ് പൂച്ച. സൂര്യനായിരുന്നു ഇവരുടെ പ്രധാന ദൈവം. ഈജിപ്തുകാരുടെ പ്രധാന ദൈവം സൂര്യനായിരുന്നു. ഈജിപ്തുകാർ ആരാധിച്ചിരുന്ന പ്രധാന മൃഗം പൂച്ചയാണ്. സൂര്യനായിരുന്നു ഈജിപ്തുകാരുടെ പ്രധാനപ്പെട്ട ദൈവം. അതുപോലെ അബൂ സിംബലിലെ മഹത്തായ ക്ഷേത്രമാണ് ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഒക്കെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അബൂ സിംബലിലെ മഹത്തായ ക്ഷേത്രമാണ് ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അവിടെയുള്ള സൂര്യദേവനായിരുന്നു റേ ആമൺ എന്നിവർ. റേ ആമൺ എന്നിവർ അവിടെയുള്ള സൂര്യദേവനാണ്. അങ്ങനെ അബൂ സിംബലിലെ മഹത്തായ ക്ഷേത്രമാണ് ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. ലോകത്താദ്യമായി ഏകദൈവാരാധന നിർബന്ധമാക്കിയ രാജാവാണ് അക്നാട്ടൻ. അക്നാട്ടനാണ് ലോകത്താദ്യമായി ഏകദൈവാരാധന നിർബന്ധമാക്കിയ രാജാവ് അക്നാട്ടനാണ്. എന്നാൽ ഏകദൈവാരാധന നിർദ്ദേശിച്ചത് തൂത്തൻഖാമനാണ്. അതുപോലെ BC 332 അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്തിനെ തൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. BC 332 അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്തിനെ തൻ്റെ സാമ്രാജ്യത്തോട് അദ്ദേഹം BC 332 അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി ഈജിപ്തിലെ ശാസ്ത്രരംഗത്തെ പുരോഗതികളാണ് പറയാൻ പോകുന്നത്. ഈജിപ്തിലെ ശാസ്ത്രരംഗത്തെ പുരോഗതികൾ. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കിയിരുന്നു. സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ തയ്യാറാക്കിയത് ഈജിപ്തുകാരാണ്. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കിയിരുന്നു. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കി കണക്കാക്കുകയും അങ്ങനെ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ അവർ വിഭജിച്ചു. 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായി ഒരു വർഷത്തെ വിഭജിച്ചു. ബാക്കി വരുന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി അവർ മാറ്റിവെച്ചു. ബാക്കി വരുന്ന 5 ദിവസങ്ങൾ അവർ ആഘോഷങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചു. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അതുപോലെ തന്നെ ഗണിതശാസ്ത്ര രംഗത്തും പ്രാചീന ഈജിപ്തിൻ്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. ഗണിതശാസ്ത്ര രംഗത്തും പ്രാചീന ഈജിപ്തിൻ്റെ നേട്ടങ്ങൾ ശ്രദ്ധേയമാണ്. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ ഈജിപ്തുകാർക്ക് അറിയാമായിരുന്നു. അതുപോലെ സൗരപഞ്ചാംഗം, ദശാംശ സമ്പ്രദായം ഈ സംസ്കാരത്തിൻ്റെ സംഭാവനകളാണ്. അതുപോലെ ലോകത്താദ്യമായി തപാൽ സംവിധാനം നടപ്പാക്കിയതും ഈജിപ്തുകാരാണ്. ലോകത്താദ്യമായിട്ട് തപാൽ സംവിധാനം നടപ്പാക്കിയതും ഈജിപ്തുകാരാണ്. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരം ഒക്കെ കണ്ടെത്തിയത് ഈജിപ്തുകാരാണ്. നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരം, ജലത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരമൊക്കെ കണ്ടെത്തിയത് ഈജിപ്തുകാരാണ്. അതുപോലെ പ്രതിമ നിർമ്മാണത്തിലും അവർ വളരെ വിദഗ്ധരായ ആളുകളായിരുന്നു. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സിഫിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പ വൈദഗ്ധ്യത്തിന് ഉദാഹരണമാണ്. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള സിഫിങ്സ് എന്ന പ്രതിമ അവരുടെ ശില്പ വൈദഗ്ധ്യത്തിനുള്ള ഉദാഹരണമാണ്. അതുപോലെ ഏറ്റവും പഴയതും പ്രസിദ്ധമായതും ഗ്രേറ്റ് സിഫിങ്സ് ആണ്. ഏറ്റവും പഴയതും പ്രസിദ്ധമായതും ഗ്രേറ്റ് സിഫിങ്സ് ആണ്. ഗിസയിലാണ് ഈ ഗ്രേറ്റ് സിഫിങ്സ് സ്ഥിതി ചെയ്യുന്നത്. കാഫ്രി രാജാവിൻ്റെ ബഹുമാനാർത്ഥമാണ് ഗ്രേറ്റ് സിഫിങ്സ് നിർമ്മിക്കപ്പെട്ടത്. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാഫ്രി രാജാവിൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ ഗ്രേറ്റ് സിഫിങ്സ് നിർമ്മിക്കപ്പെട്ടത്. ഓക്കെ, അതുപോലെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം, 22ാമത്തെ ചോദ്യമായിരുന്നു. ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നാണ്. അഹ്മോസ് ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകൻ അഹ്മോസ്. ഈ അഹ്മോസിൻ്റെ കാലഘട്ടം BCE 1549
1524 ഇടയിലാണ്. 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് അഹ്മോസ്. ഈജിപ്തിലെ പുതിയ രാജ്യത്തിൻ്റെ ആദ്യ രാജവംശമാണ് ഈ അഹ്മോസ് സ്ഥാപിച്ച 18ാം രാജവംശം. അതുപോലെ തീബൻ രാജകുടുംബത്തിലെ അംഗമായിരുന്നു അഹ്മോസ്. തീബൻ രാജകുടുംബത്തിലെ അംഗമായിരുന്നു അഹ്മോസ്. അഹ്മോസിൻ്റെ പിതാവ് ഫറോവ സെക്കൻഡ് റേ താവോ ആണ് അഹ്മോസിൻ്റെ പിതാവ്. അഹ്മോസിൻ്റെ മാതാവ് അഹോതേപ്പ് വൺ. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരാണ് കാമോസ്. അപ്പർ ഈജിപ്ത് ഭരിച്ചിരുന്നത് കാമോസും ലോവർ ഈജിപ്ത് ഭരണം നടത്തിയിരുന്നത് കമൂദിയുമാണ്. ഇങ്ങനെ ഈ അഹ്മോസിൻ്റെ 7ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയാണ്. ഫറോവ സെക്കൻഡ് റേ താവോ അഹ്മോസിൻ്റെ 7ാമത്തെ വയസ്സിൽ മരണപ്പെടുകയും അങ്ങനെ ലോവർ ഈജിപ്തിലെ ഭരണാധികാരിയായ കമൂദി അവിടെ ഭരണം ഏറ്റെടുക്കുകയും, എന്നാൽ ഈ കമൂദിയുടെ കാലത്ത് ഹിക്സോസ് നാടോടി വർഗം തീബൻ പിടിച്ചെടുക്കുക മാത്രമല്ല ഈ കമൂദി മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ കമൂദി മരണപ്പെട്ട് സഹോദരൻ കമൂദിയുടെ മരണത്തെ തുടർന്ന് 10ാമത്തെ വയസ്സിൽ അഹ്മോസ് ഹിക്സോസിനെ പരാജയപ്പെടുത്തി രാജാവായി. ഈ അഹ്മോസിൻ്റെ പിൻഗാമിയാണ് അമൻഹോട്ടപ്പ് ഒന്നാമൻ. ഒന്നാമനാണ് നമ്മുടെ അഹ്മോസിൻ്റെ പിൻഗാമി. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലാസ് എടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളത് സൂചിപ്പിക്കണം. കമൻ്റായിട്ട് എന്ത് ചെയ്യണം, നിർബന്ധമായും രേഖപ്പെടുത്തണം. തെറ്റായ കാര്യങ്ങൾ പഠിച്ചു പോരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാസർഗോഡുള്ള സുഹൃത്താണ് അത് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ തെറ്റുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളത് ചൂണ്ടിക്കാണിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു വെക്കാനുള്ളത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട നമ്മുടെ സംസ്കാരമാണ് മെസോപ്പൊട്ടേമിയൻ സംസ്കാരം. നാഗരികതകളുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതുപോലെ സംസ്കാരത്തിൻ്റെ മൂശ എന്നും അറിയപ്പെടുന്നത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. നാഗരികതകളുടെ കളിത്തൊട്ടിലെന്നും സംസ്കാരത്തിൻ്റെ മൂശ എന്നും അറിയപ്പെടുന്നത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ്. BC 3000 ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്. BC 3000 ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്. അർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിലെ പ്രദേശമാണ് പ്രാചീന മെസൊപ്പൊട്ടേമിയ. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലെ പ്രദേശമാണ് പ്രാചീന മെസൊപ്പൊട്ടേമിയ. നദികൾക്കിടയിലെ പ്രദേശം എന്നാണ് മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. നദികൾക്കിടയിലെ പ്രദേശമെന്നാണ് മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം 3 ഘട്ടങ്ങളായാണ് വളർച്ച പ്രാപിച്ചത്. ഒന്നാമത്തെ ഘട്ടം ബാബിലോണിയൻ സംസ്കാരം, 2 സുമേറിയൻ സംസ്കാരം, 3 മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. അതുകൊണ്ട് ഈ 3 ഘട്ടങ്ങളിലായാണ് ഈ സംസ്കാരം വളർച്ച പ്രാപിച്ചത്. അതുപോലെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസൊപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസൊപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. ആ സംസ്കാരങ്ങളാണ്: 1 സുമേറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, കാൽഡിയൻ സംസ്കാരം. ഇവിടെ സുമേറിയൻ സംസ്കാരം, സുമേറിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത തലയുള്ള ജനത എന്നാണ് സുമേറിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതുപോലെ ബാബിലോണിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കവാടം എന്നാണ്. ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസൊപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം. അതുപോലെ ആധുനിക ഇറാഖിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് മെസൊപ്പൊട്ടേമിയ എന്ന പ്രദേശം. ആധുനിക ഇറാഖിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് മെസൊപ്പൊട്ടേമിയ എന്ന പ്രദേശം. മെസൊപ്പൊട്ടേമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉർ, ലഗാഷ്, നിപ്പൂർ, എരിഡ്, എറിക്ക്. മെസൊപ്പൊട്ടേമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഉർ, ലഗാഷ്, നിപ്പൂർ, എരിഡ്, എറിക്ക്. അതുപോലെ നന്നാർ ദേവൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൃത്രിമ കുന്നാണ് സ്വർഗീയ കുന്ന്. നന്നാർ ദേവൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൃത്രിമ കുന്നാണ് സ്വർഗീയ കുന്ന്. മെസൊപ്പൊട്ടേമിയയിലെ ലിപി വളരെ പ്രധാനപ്പെട്ടതാണ്. മെസൊപ്പൊട്ടേമിയയിലെ ലിപി ക്യൂണിഫോം. ഈ ക്യൂണിഫോം ലിപി
ആദ്യമായിട്ട് മൊഴിമാറ്റം നടത്തിയത് ഹെൻറി റോളിൻസൺ ആണ് ക്യൂണിഫോം എന്ന ലിപി ആദ്യമായിട്ട് മൊഴിമാറ്റം നടത്തിയത്. ആപ്പിൻ്റെ രൂപത്തിലുള്ള വെഡ്ജ് ഷേപ്പ്ഡ് ചിത്രലിപിയാണ് ക്യൂണിഫോം ലിപി. ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപിയാണ് ക്യൂണിഫോം ലിപി. എഴുത്ത് പ്രതലം കളിമൺ പാളികളായിരുന്നു. ക്യൂണിഫോം ലിപിയുടെ എഴുത്ത് പ്രതലം കളിമൺ പാളികളായിരുന്നു. വംശജരായ സുമേറിയക്കാരാണ് ഈ ഭാഷ ആദ്യമായി സംസാരിച്ചത്. അഖാഡിയൻ ഭാഷ എന്നറിയപ്പെടുന്നതും സുമേറിയൻ ഭാഷ തന്നെയാണ്. വംശജരായ സുമേറിയക്കാരാണ് ഈ ഭാഷ ആദ്യമായിട്ട് സംസാരിച്ചത്. ലോകത്തിലെ ആദ്യ ലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. ലോകത്തിലെ ആദ്യ ലിപികളിൽ ഒന്നാണ് ക്യൂണിഫോം ലിപി. അതുപോലെ ലോകത്തിലെ ആദ്യ നിയമസംഹിത തയ്യാറാക്കിയത് മെസപ്പൊട്ടോമിയൻ ഭരണാധികാരിയായ ഹമ്മുറാബിയാണ്. ലോകത്തിലെ ആദ്യ നിയമസംഹിത തയ്യാറാക്കിയത് മെസപ്പൊട്ടോമിയൻ ഭരണാധികാരിയായ ഹമ്മുറാബിയാണ്. കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് എന്നതാണ് മെസപ്പൊട്ടോമിയൻ നിയമസംഹിതയുടെ പേരും അടിസ്ഥാന തത്വവും. കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് എന്നതാണ് മെസപ്പൊട്ടോമിയൻ നിയമസംഹിതയുടെ പേരും അടിസ്ഥാന തത്വവും. ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ഹമ്മുറാബിയാണ്. ലോകത്തിലെ ആദ്യ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ഹമ്മുറാബിയാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ദുങ്കിയുടെ നിയമങ്ങൾ ക്രോഡീകരിച്ചാണ് ഹമ്മുറാബി നിയമസംഹിത തയ്യാറാക്കിയത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ദുങ്കിയുടെ നിയമങ്ങൾ ക്രോഡീകരിച്ചാണ് ഹമ്മുറാബി നിയമസംഹിത തയ്യാറാക്കിയത്. ഇനി മെസപ്പൊട്ടോമിയക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ് ചന്ദ്രപഞ്ചാംഗം, ലൂണാർ കലണ്ടർ, ലൈബ്രറി സംവിധാനം, ജാമിതീയ സമ്പ്രദായം, മട്ടത്രികോണ സിദ്ധാന്തം എന്നിവ ആദ്യമായി ആവിഷ്കരിച്ചതും മെസപ്പൊട്ടോമിയക്കാരാണ്. ചന്ദ്രപഞ്ചാംഗം, ലൂണാർ കലണ്ടർ, ലൈബ്രറി സമ്പ്രദായം, ജാമിതീയ സമ്പ്രദായം, മട്ടത്രികോണ സിദ്ധാന്തം എന്നിവ ആദ്യമായി ആവിഷ്കരിച്ചതും മെസപ്പൊട്ടോമിയക്കാരാണ്. ഗണിതശാസ്ത്രത്തിലെ ഹരണം, ഗുണനം, വർഗമൂലം എന്നിവയും മെസപ്പൊട്ടോമിയക്കാർക്ക് വശമുണ്ടായിരുന്നു. ചക്രവും മൺപാത്രവും അവർ നിർമ്മിച്ചു. പ്രാചീന സപ്താത്ഭുതങ്ങളിൽ ഒന്നായ തൂങ്ങി നിൽക്കുന്ന പൂന്തോട്ടം, ഹാങ്ങിങ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ബാബിലോണിയയിലാണ്. ഇത് നിർമ്മിച്ചത് നെബുക്കദ് നെസ്സാറാണ് ഹാങ്ങിങ് ഗാർഡൻ നിർമ്മിച്ചത്. അതുപോലെ സിഗുറാത്ത്, വിശുദ്ധമായ ദേവാലയങ്ങൾ, സിഗുറാത്ത് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മെസപ്പൊട്ടോമിയയിലാണ്. 25ഓളം സിഗുറാത്തുകൾ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നു. 25ഓളം സിഗുറാത്തുകൾ നിർമ്മിച്ചിരുന്നു. എന്ന നഗരത്തിൽ ഇന്നും സിഗുറാത്തുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന നഗരത്തിൽ ഇന്നും സിഗുറാത്തുകൾ നിലവിലുണ്ട്. ലോകത്തിൽ ആദ്യമായി സമയമാപ്പിനി ജലഘടികാരം തയ്യാറാക്കിയതും മെസപ്പൊട്ടോമിയക്കാരാണ്. ലോകത്തിൽ ആദ്യമായി സമയമാപ്പിനി ജലഘടികാരം തയ്യാറാക്കിയതും മെസപ്പൊട്ടോമിയക്കാരാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ വെങ്കലയുഗ സംസ്കാരത്തിൻ്റെ ഭാഗമായ ലാസ്റ്റ് സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. ഏറ്റവും പുതിയ വെങ്കലയുഗ സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. BC 1700 ഒയാങ്ഹോ നദീതീരത്താണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ലോകത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഹിരാഗസൂത്രം എന്നറിയപ്പെടുന്ന വജ്രസൂത്രം ചൈനക്കാരുടെ സംഭാവനയാണ്. ലോകത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഹിരാഗസൂത്രം അല്ലെങ്കിൽ വജ്രസൂത്രം. ലോകത്തിലെ ആദ്യ പത്രമായ പീക്കിംഗ് ഗസറ്റ് പുറത്തിറക്കിയതും ചൈനയിലാണ്. ചൈനയിലെ പ്രധാന നഗരങ്ങളാണ് ചിൻചു, ഏഹി, ഹോനൻ, അന്യാങ് തുടങ്ങിയവ ചൈനയിലെ പ്രധാന നഗരങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ചിൻ സാമ്രാജ്യം. BC 221 ചിൻ സാമ്രാജ്യം ഉദയം കൊണ്ടത്. ചിൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഷിഹ്വാങ്തി. ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ഈ ഷിഹ്വാങ്തി. ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നതും ഷിഹ്വാങ്തിയാണ്. ചിൻ സാമ്രാജ്യ സ്ഥാപകൻ BC 221 ഷിഹ്വാങ്തി. ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തി എന്നറിയപ്പെടുന്നു. ചൈനയിലെ ചന്ദ്രഗുപ്തനുമാണ് നമ്മുടെ ഷിഹ്വാങ്തി. ഇനി ചൈനയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് തൈച്ചുവാങ് എന്നറിയപ്പെടുന്ന ടായ്സങ് ആണ് ചൈനയിലെ അശോകൻ ടായ്സങ്. ഇനി ചൈനയിലെ ഹെറോഡോട്ടസ് ആണ് സിമാച്ചിയാൻ. അതുപോലെ ചൈനീസ് വൻമതിൽ നിർമ്മിച്ച ഭരണാധികാരിയാണ് ഷിഹ്വാങ്തി. ചൈനയിൽ ഭരണം നടത്തിയ അവസാന ഭരണവംശമാണ് മാഞ്ചു രാജവംശം.
ചൈനയിൽ ഭരണം നടത്തിയ അവസാന ഭരണവംശമാണ് മാഞ്ചു രാജവംശം. നമ്മൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ചൈനീസ് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള മാഞ്ചു രാജവംശത്തിനെതിരെയാണ് ആദ്യമായിട്ട് ബോക്സർ കലാപമൊക്കെ നടക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഭാഗത്ത് അത് ചർച്ച ചെയ്യുന്നതാണ്. ചൈനയിൽ ഭരണം നടത്തിയ അവസാന ഭരണവംശമാണ് മാഞ്ചു രാജവംശം. കാദേ എന്നായിരുന്നു ചൈനയുടെ പഴയ പേര്. കാദേ എന്നായിരുന്നു ചൈനയുടെ പഴയ പേര്. ചൈനയ്ക്ക് ഇന്നത്തെ പേര് ലഭിച്ചത് ചിൻ രാജവംശത്തിൽ നിന്നുമാണ്. ചൈനയ്ക്ക് ഇന്നത്തെ ആ പേര് ലഭിച്ചത് ചിൻ രാജവംശത്തിൽ നിന്നുമാണ്. അതുപോലെ താവോയിസം, കൺഫ്യൂഷനിസം എന്നിവ ചൈനയിലെ 2 തത്വചിന്താധാരകളാണ്. താവോയിസം, കൺഫ്യൂഷനിസം എന്നിവ ചൈനയിലെ 2 തത്വചിന്താധാരകളാണ്. ചൈനീസ് ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോസയാണ്. ചൈനീസ് ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോസയാണ്. താവോയിസത്തിൻ്റെ ഉപജ്ഞാതാവുമാണ് ഈ ലാവോസെ. ചൈനീസ് ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ലാവോസയാണ്. താവോയിസത്തിൻ്റെ ഉപജ്ഞാതാവും ലാവോയിസെ ആണ്. ഇനി കൺഫ്യൂഷ്യസ് എന്ന പ്രധാന ചിന്തകനാണ് കൺഫ്യൂഷനിസത്തിൻ്റെ ആചാര്യൻ. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കൺഫ്യൂഷ്യസ് എന്ന പ്രസിദ്ധ ചിന്തകനാണ് കൺഫ്യൂഷനിസത്തിൻ്റെ ആചാര്യൻ. ഇനി ചൈനക്കാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. ശബ്ദമുണ്ടാക്കുന്ന കല്ലുകൾ, കനാൽ എഞ്ചിനീയറിംഗ് എന്നിവ ചൈനക്കാരുടെ സംഭാവനകളാണ്. മാത്രമല്ല ടെറാക്കോട്ട രൂപങ്ങൾ, വെടിമരുന്ന്, വടക്ക് നോക്കി യന്ത്രം, ഭൂകമ്പ മാപ്പിനി എന്നിവ ചൈനക്കാരുടെ സംഭാവനകളാണ്. അതുപോലെ കടലാസ്, അച്ചടി മഷി എന്നിവയും ലോകത്ത് ആദ്യമായി അവതരിപ്പിച്ചതും ചൈനക്കാർ തന്നെയാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പട്ടുവസ്ത്രങ്ങൾ ആദ്യമായി നിർമ്മിച്ചതും ചൈനക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ സിലബസ് പാർട്ട് ബി മൊഡ്യൂൾ 1 രണ്ടാമത്തെ ടോപ്പിക് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഇവിടെ തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രീക്കോ റോമൻ സിവിലൈസേഷനെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. താങ്ക് യു.